എന്തിനാടാ നീ ആ കൊച്ചിന്റെ പിറകെ പോകുന്നത്? വേറെ എത്ര പെൺപിള്ളേരുണ്ട് ഈ നാട്ടിൽ? അതിനാണെങ്കിൽ നിന്നെ കാണുന്നതേ പേടിയാ. ലോഡ് കയറ്റി കഴിഞ്ഞ് മഹിയും രാജീവനും പോകാനുള്ള തയ്യാറെടുപ്പിനാണ് രാജീവൻ മഹിയോട് ചോദിക്കുന്നത്. മഹിയോട് എന്ത് ചോദിക്കാനുള്ള അധികാരവും മഹി ഒരാൾക്കേ നൽകിയിട്ടുള്ളൂ. അത് രാജീവനാണ്, തന്റെ ആത്മസുഹൃത്ത്. എന്തിലുപരി തന്നെ മനസ്സിലാക്കുന്നവൻ. മഹി ആരുടെയെങ്കിലും വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് രാജീവിൻ്റെതാണ്. അങ്ങനെയൊരു നീക്കുവശം രണ്ടുപേർക്കുമിടയിലുമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഒരു കാരണമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. എപ്പോഴെങ്കിലും പൊട്ടിമുളച്ച പ്രണയമല്ല എനിക്ക് അവളോട്. പിന്നെ അതൊക്കെ ഉണ്ട് മോനെ രാജീവ, നീ വാ, വണ്ടി എടുക്കാൻ നോക്ക്. ഉള്ളിലൂറിയ ചിരിയുമായി അവൻ ലോറിയിലേക്ക് കയറാൻ നിന്നു. മഹിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് രാജീവൻ അവിടെ തന്നെ നിന്നു. വന്ന് കയറടാ. തന്നെ കൂർപ്പിച്ചു നോക്കുന്നവനെ മഹി പുഞ്ചിരിയോടെ വരവേറ്റു. ഡ്രൈവിങ്ങിനിടെ മഹിയുടെ മനസ്സിൽ മുഴുവൻ ലച്ചുവായിരുന്നു. രാജീവൻ ചോദിച്ചതുപോലെ വേറെ പെണ്ണിനെ തനിക്ക് കിട്ടില്ലേ? എന്നിട്ടും അവളുടെ വെറുപ്പ് സ്വന്തമാക്കി എന്തിനാ പിറകെ നടക്കുന്നത്? അവന്റെ മനസ്സിലേക്കും ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ഉത്തരമേയുള്ളൂ: മാലിനിയമ്മ. തന്റെ ഉള്ളം കയ്യിൽ നിന്ന് പിടയുന്ന ഒരമ്മയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരമ്മ. ജീവന് വേണ്ടി പിടയുമ്പോഴും ആ അമ്മയുടെ ചുണ്ടുകളിൽ ഒരു നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ശ്രീലക്ഷ്മി. അവസാനമായി തന്നോട് പറഞ്ഞ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. ആ അമ്മയുടെ വാക്കുകൾ ഇന്നും നെഞ്ചിലേറ്റി നടക്കുന്നവനായതുകൊണ്ടാണ് എല്ലാവരുടെയും കുത്തുവാക്കുകൾ പഴിയും കേട്ട് ഇന്നും ഈ നാട്ടിൽ നിൽക്കുന്നത്. എന്താടാ, എന്തു പറ്റി? ചിന്തയിലേക്ക് ആഴ്ന്നിരിക്കുന്ന മഹിയുടെ മൗനം രാജീവനെ അലട്ടി. ഏയ്, ഒന്നുമില്ലടാ. ഞാൻ ഓരോന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. ഇപ്പോഴും നീ ആ സ്ത്രീയെ ഓർക്കാറുണ്ടല്ലേ? ഗൗരവത്തോടെ രാജീവൻ ചോദിച്ചു. മറക്കാൻ കഴിയോടാ? ഈ കയ്യിൽ കിടന്നല്ലേ? ബാക്കി പറയാൻ അവന് കഴിഞ്ഞില്ല. എന്നും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ നെഞ്ചിടിക്കുകയാണ്. ഒരുപാട് രാത്രിയിലെ ഉറക്കം കെടുത്തിയ ആ നശിച്ച ദിവസം. ആദ്യമായി ഒരു ജീവൻ പിടഞ്ഞില്ലാതാവുന്നത് നേരിട്ട് കാണേണ്ടി വന്ന ഒരവസ്ഥ. എന്താടാ ഇങ്ങനെ? 4 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമല്ലേ? ഇപ്പോഴും നീ അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? ആ സ്ത്രീയുടെ യോഗം അതായിരിക്കും, രാജീവൻ അവനെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. രാജീവൻ പറഞ്ഞതിന് മഹി കനത്തിലൊന്ന് മൂളി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. ഇന്ന് രാജീവനും മഹിയും ഒരുമിച്ചാണ് ലോഡ് കൊണ്ട് പോകുന്നത്. പൊള്ളാച്ചിയിലെത്തിയാലേ അവർ രണ്ടുപേരും ഷിഫ്റ്റ് ആകും. അധിക ദിവസങ്ങളിലെ യാത്രയും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെയൊരു ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ് മഹി മാലിനിയമ്മയെ കാണുന്നത്. ലോഡ് ഇറക്കി കഴിഞ്ഞ് മഹി നാട്ടിലേക്ക് വരികയായിരുന്നു. അന്ന് മഹിയും അമ്മയും താമസമുണ്ടായിരുന്നത് കൊച്ചിയിലായിരുന്നു. കാറ്റും മഴയും ആർത്തുലച്ചു പെയ്യുന്ന രാത്രിയായിരുന്നു അന്ന്. വണ്ടിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെയാണ് അവൻ കണ്ടത്. അവൻ വണ്ടി സൈഡാക്കി വേഗം ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. ആരോ ഇടിച്ചു തെറിപ്പിച്ചു പോയതാണ്. സ്ത്രീയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ജീവനുണ്ട്. കയ്യിൽ ഒരു ബാഗുമുണ്ട്. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ ആ മഴയത്ത് ആ സ്ത്രീയെ കോരിയെടുത്ത് വണ്ടിയിലേക്ക് കയറി. അന്നവൻ തനിച്ചായിരുന്നു. കൂടെയുണ്ടായവനെ പകുതിക്ക് ഇറക്കിയിരുന്നു. യാത്ര ചെയ്യുന്നതിനിടെ ആ സ്ത്രീക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. വണ്ടിയോടിക്കുന്ന മഹിയെ ആ സ്ത്രീ വിളിക്കുകയാണ്. അവർക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് മഹിക്ക് തോന്നി. പക്ഷേ വണ്ടി ഇവിടെ നിർത്തി അവരോട് സംസാരിക്കാൻ നേരമില്ല. ജീവൻ രക്ഷിക്കുകയാണ് പ്രധാനം. അവൻ ആ സ്ത്രീക്ക് കാത് കൊടുക്കാതെ വണ്ടി വേഗത്തിൽ വിട്ടു. അപ്പോഴും ശക്തമായ മഴ ഇടിവെട്ടോടുകൂടി പെയ്യുന്നുണ്ട്. എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരാമോ? അവസാന ആഗ്രഹം എന്ന പോലെ ആ സ്ത്രീ അവനോട് കേഴുകയാണ്. പക്ഷെ അവൻ ആ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാതെ വണ്ടി വേഗത്തിൽ വിടുകയാണ്. എനിക്കിനി അധിക നേരം ജീവനുണ്ടാകില്ല. അതിനുവേണ്ട മരുന്ന് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതും അവൻ വണ്ടി സഡൻ ബ്രേക്കിട്ടു. ഒപ്പം പരിഭ്രമത്തോടെ ആ സ്ത്രീയെ നോക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും രക്ഷിക്കാൻ കഴിയില്ല. എന്നെ വണ്ടി ഇടിച്ചതല്ല, ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാ. പറ്റുമെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. വേദനയുടെ ഇടയിലും ആ സ്ത്രീ തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് പോലെയാണ് അവനോട് പറയുന്നത്. ഇതേ സമയം മഹി ആ സ്ത്രീയെ തന്നെ കേൾക്കുകയാണ്. അവശതയാണെങ്കിലും അവരുടെ വാക്കുകൾക്ക് മൂർച്ച ഉള്ളതുപോലെ തോന്നി അവന്. തന്നോട് കാര്യമായി എന്തോ പറയാനുണ്ടെന്ന് അവന് തോന്നി. വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി ആ സ്ത്രീയെ കേൾക്കാമെന്നോണം അവൻ അവരെ നോക്കി. മോനെ, ഈ ബാഗ് മോൻ്റെ കയ്യിലിരിക്കട്ടെ. ഇതിൻ്റെ അവകാശിയുടെ മുഴുവൻ കാര്യങ്ങളും ഇതിലുണ്ട്. ഈ ബാഗ് ഇതിൻ്റെ അവകാശിയെ ഏൽപ്പിക്കണം. എൻ്റെ ജീവൻ്റെ വിലയുണ്ട് ഈ ബാഗിന്. എനിക്ക് മോനെ വിശ്വാസമാണ്. കയ്യിലുള്ള ബാഗ് മഹിയുടെ അടുത്തേക്ക് നീക്കി വെച്ചു. ശ്രീലക്ഷ്മി. മറ്റെന്തോ പറയാൻ പോയതും ആ സ്ത്രീക്ക് ശ്വാസം കിട്ടാത്തതുപോലെയായി. മഹി വേഗം ബാഗെടുത്ത് നീക്കിവെച്ച് ആ സ്ത്രീയെ കയ്യിലേക്ക് എടുത്തു. അപ്പോഴും ശ്വാസത്തിന് വേണ്ടി പിടയുകയാണ്. അമ്മേ, എന്താ? മഹിക്ക് സങ്കടവും ദയയും എല്ലാം ഒരുമിച്ച് വന്നു. അവൻ ശ്രമപ്പെട്ട് സ്ത്രീയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അല്പസമയത്തിൽ തന്നെ ആ സ്ത്രീ ജീവൻ വെടിഞ്ഞിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മഹി തരിച്ചിരുന്നു. ഒപ്പം തൻ്റെ കയ്യിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ സ്ത്രീയിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി.
എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചു നേരം വണ്ടിയിൽ തന്നെ ആ സ്ത്രീയെയും മുറുകെ പിടിച്ചിരുന്നു. മരവിച്ച അവസ്ഥയായിരുന്നു അവനപ്പോൾ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുത്തു. 1-2 മണിക്കൂറിന് ശേഷം വിവരം അറിയിച്ചതറിഞ്ഞ് രാജീവൻ അവൻ്റെ അടുത്തേക്ക് വന്നു. നടന്നതൊക്കെ മഹി വിവരിച്ചു. പക്ഷേ ആ സ്ത്രീ പറഞ്ഞ പേരോ കയ്യിൽ കൊടുത്ത ബാഗിനെക്കുറിച്ചോ രാജീവനോട് അവൻ പറഞ്ഞില്ല. മറ്റൊന്നുമല്ല, മരിക്കാൻ പോകുമ്പോഴും മോനെ എനിക്ക് വിശ്വാസമാണ് എന്നൊരു വാക്ക് ആ സ്ത്രീയുടെ വായിൽ നിന്ന് വീണത് അവൻ്റെ മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. തെമ്മാടിത്തരങ്ങളുമായി നടക്കുമ്പോഴും പല അപേക്ഷാസ്വരങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയിരുന്നില്ല അവൻ. പക്ഷേ ആദ്യമായാണ് ഒരാളുടെ വാക്കുകളെ അംഗീകരിക്കുന്നത്. ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു രാജീവനും മഹിയും അവിടെ നിന്ന് ഇറങ്ങി. പോലീസുകാർ ബാക്കിയുള്ള നടപടികളൊക്കെ ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അത് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമുണ്ടാക്കി. ഇതിൻ്റെ പിറകെ ചൊറപിടിച്ച് നടക്കാൻ കഴിയില്ലെന്ന് മഹി ഓർത്തു. അല്ലെങ്കിലേ പേരുദോഷമാണ്. ഈയൊരു വാർത്തയും കൂടി അറിഞ്ഞാൽ. നീ വരുന്നുണ്ടോ നന്ദ? ബസുമതി ലച്ചുവിൻ്റെ അച്ഛനെ കാണാൻ പോകാനുള്ള തിരക്കിലാണ്. എവിടെ പോകുന്നുണ്ടെങ്കിലും മംഗലശ്ശേരിയുടെ പകിട്ട് ആ സ്ത്രീയുടെ ദേഹത്ത് കാണും. സർവാഭരണ ഭൂഷിതയായാണ് എവിടെയും പോകാറ്. ഇല്ലമ്മേ, പോയിട്ട് വാ, നന്ദൻ പ്രതീക്ഷയോട് പറഞ്ഞു. ഒപ്പം വസുമതിയുടെ കൂടെ പോകുന്ന അച്ചച്ചനെയും നോക്കി. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് നന്ദൻ്റെ നോട്ടത്തിലൂടെ അച്ചച്ചന് മനസ്സിലായി. ഉടുത്തിരിക്കുന്ന സാരിയെല്ലാം നേരെയാക്കി ബസുമതി ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും നന്ദനെ തിരിഞ്ഞു നോക്കി. കാല് പിടിക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാനൊരു കാര്യമങ്ങ് അവതരിപ്പിക്കും. അല്ലെങ്കിലും എന്തുണ്ടായിട്ടാ ആ പെണ്ണ് അഹങ്കരിക്കുന്നത്? പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ബസുമതി അവിടെ നിന്ന് ഇറങ്ങി. അച്ചച്ചൻ നന്ദനെ ദയനീയതയോടെ നോക്കി ബസുമതിയുടെ പുറകെ നടന്നു. അവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഡ്രൈവർ കാറുമായി മുന്നിലേക്ക് വന്നു. രണ്ടുപേരും കാറിൽ കയറി യാത്രയായി. അവർ പോകുന്നത് നോക്കി നന്ദൻ ആശ്വാസത്തോടെ അവിടെ ഇരുന്നു. ഒപ്പം മുത്തശ്ശിയുമുണ്ട്. പ്രതീക്ഷ വേണ്ട കേട്ടോ കുട്ടിയെ, അഭിമാനമുള്ളവളാവൾ. അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരാളെ വേണ്ടെന്ന് വെക്കുമോ? മുത്തശ്ശി നന്ദന് വിഷമമാകും എന്നറിഞ്ഞിട്ടും കാര്യത്തിൻ്റെ ഗൗരവം അവൻ്റെ മുന്നിൽ തുറന്നു കാട്ടി. അറിയാം മുത്തശ്ശി, ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റായി പോയില്ലേ. അന്ന് അവളോട് ഒരു വാക്കുപോലും പറയാതല്ലേ ഞാൻ. അവൻ്റെ ശബ്ദം പറഞ്ഞവസാനിപ്പിക്കുമ്പോഴേക്കും ഇടറിപ്പോയി. വിധിയുണ്ടെങ്കിൽ നിനക്ക് അവളെ കിട്ടും. അല്ലെങ്കിലും ഈ തറവാട്ടിനൊരു അവകാശി വേണ്ടേ? ആ കുട്ടിയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചാൽ നടക്കുമെന്ന അച്ചച്ചൻ പറഞ്ഞത്. ഇവിടെയൊക്കെ കുറേ പണിക്ക് വന്നതല്ലേ കുമാരൻ. അഥവാ ഇത് നടന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വേറെ നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവൻ്റെ അടുത്തു നിന്നും അകത്തേക്ക് പോയി. ഇതേ സമയം നന്ദൻ ചിന്തയിലായിരുന്നു. ഇനിയും വേറെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ? വേണ്ട, എനിക്ക് ശ്രീയെ മതി. അന്ന് അമ്മയുടെ വാക്ക് കേട്ട് എടുത്തു ചാടിയതാ എനിക്ക് പറ്റിയ തെറ്റ്. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം. അവളെപ്പോലൊരു സുന്ദരി ഈ നാട്ടിൽ തന്നെ ഇല്ല. ഇനി പണമല്ല നോക്കേണ്ടത്. സ്വയം ഓരോന്നാലോചിച്ച് അവൻ മനസ്സിൽ പലതും കണക്കുകൂട്ടി. ഒപ്പം ആ പൂച്ചക്കണ്ണുകാരനെയും അവൻ ഓർമ്മ വന്നു. എന്തിനൊക്കെയോ നന്ദന് അവനോട് പക തോന്നി. അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശ്രീയെ സ്വന്തമാക്കണമെന്ന് നന്ദൻ ആഗ്രഹിച്ചു. പഴയ ഇടുങ്ങിയ വീടിൻ്റെ മുന്നിലേക്ക് മംഗലശ്ശേരിയിലെ കാർ വന്നു നിന്നു. ശബ്ദം കേട്ട് വീട്ടിൽ നിന്ന് ആൾ ഇറങ്ങുന്നതിന് മുന്നേ അയൽപക്കമുള്ളവരുടെ എത്തിനോക്കൽ കുമാരൻ്റെ വീടിൻ്റെ മുന്നിലേക്കെത്തി. മറ്റൊന്നുമല്ല കാരണം, മംഗലശ്ശേരിയിലെ കാർ വന്നു നിന്നത് തന്നെയാണ്. എത്തിനോക്കുന്ന എല്ലാവരുടെയും മുഖത്ത് അതിശയമുണ്ട്. ആ നാട്ടിലെ പ്രമാണിമാരാണ് മംഗലശ്ശേരിക്കാർ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പൊതുവെ അവർ വരാറില്ല. അതിൽ ആണുങ്ങൾ മാത്രമാണ് വ്യത്യസ്തർ. അവർക്ക് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവകാശി ബസുമതി അഹങ്കാരത്തിൻ്റെ അങ്ങേത്തലമാണ്. കാറിൽ നിന്ന് ബസുമതി ഇറങ്ങിയതും അകത്തു നിന്നും പ്രേമ വന്നതും ഒരുമിച്ചായിരുന്നു. പുറത്തു നിൽക്കുന്ന ബസുമതിയെയും മംഗലശ്ശേരിയിലെ അച്ഛനെയും കണ്ട് പ്രേമ ഒരു നിമിഷം തറഞ്ഞു നിന്നു. അങ്ങനെ പൊതുവെ ബസുമതി എവിടേക്കും പോകാത്തതാണ്. അവരുടെ തരത്തിനൊത്ത ആൾക്കാരുടെ വീട്ടിലേക്ക് അവർ പോകാറുള്ളൂ. ആ സ്ത്രീയുടെ വാക്കുകളിൽ പോലും സാധാരണക്കാരോടുള്ള അമർഷം കാണാറുണ്ട്. പ്രേമയുടെ പുറകെ വന്ന രേണു പ്രേമയുടെ തോളിലേക്ക് കൈവച്ചപ്പോഴാണ് പ്രേമ ഞെട്ടിയത്. ഒപ്പം മുറ്റത്ത് നിൽക്കുന്നവരുടെ അടുത്തേക്ക് താഴ്മയോടെ ചെല്ലുകയും ചെയ്തു. കുമാരനില്ലേ അകത്ത്? ബസുമതി അടുത്തേക്ക് വന്ന പ്രേമയോട് ഗൗരവത്തോടെ ചോദിച്ചു. ഉവ്, കിടപ്പിലാണ്. അന്ന് വണ്ടിയിടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, താഴ്മയോടെ പ്രേമ പറഞ്ഞു. ഒന്നും മൂളിക്കൊണ്ട് ബസുമതിയും മംഗലശ്ശേരി അച്ഛനും മുറ്റത്ത് നിന്ന് അകത്തേക്ക് നടന്നു. ഇതേ സമയം പ്രേമ ചുറ്റുമുള്ളവരെ വീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും നോട്ടം ഈ മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. മംഗലശ്ശേരിയിൽ നിന്ന് വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള ധൃതിപ്പാടാണ് എല്ലാവരുടെയും മുഖത്ത്. പ്രേമ എല്ലാവരെയും നോക്കി പുച്ഛിച്ചുകൊണ്ട് രേണുവിനെയും കൂട്ടി അകത്തേക്ക് കയറി. ചെറിയ ഇടുങ്ങിയ ഹാളായതുകൊണ്ട് അതിൻ്റെ അറ്റത്തുള്ള ഒരു കട്ടിലിലാണ് കുമാരൻ കിടക്കുന്നത്. മംഗലശ്ശേരി അച്ഛൻ കണ്ടപാടെ കുമാരൻ്റെ കയ്യിലേക്ക് പോയി പിടിച്ചു. അങ്ങുന്നേ, കുമാരൻ വിതുമ്പലോടെ വിളിച്ചു. മംഗലശ്ശേരിയിലെ പത്രാസൊന്നും മംഗലശ്ശേരിയിലെ അച്ഛനില്ല. എല്ലാവരോടും ഒരുപോലെയാണ്. ഇതേ സമയം അച്ഛൻ്റെ പ്രവൃത്തി തീരെ ഇഷ്ടമാകാതെ ബസുമതി ഒരു കസേര നീക്കി വെച്ച് അതിലേക്കിരുന്നു. ഒപ്പം ആ വീട് മൊത്തം നോക്കിക്കാണുകയാണ് ബസുമതി.
കുഞ്ഞു വീടാണെങ്കിലും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ട്, വൃത്തിയുമുണ്ട്. ആകെയുള്ള മുഷിപ്പ് ഇങ്ങേര് ഈ ഹാളിൽ കിടക്കുന്നതാണ്. ആ മുഷിച്ചിൽ വസുമതിയുടെ മുഖത്തും കാണാനുണ്ട്. ഇങ്ങോട്ടേക്ക് ഇരുന്നാട്ടെ അങ്ങുന്നേ, പ്രേമ ഒരു കസേര നീക്കി വെച്ചുകൊണ്ട് മംഗലശ്ശേരി അച്ഛനോട് പറഞ്ഞു. ഒപ്പം ഈ വരവിന്റെ ഉദ്ദേശം അറിയാനും അവർക്ക് അതിയായ തിടുക്കവുമുണ്ട്. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാമല്ലോ, വസുമതി ഗൗരവത്തോടെ പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് പ്രേമ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വസുമതി വേണ്ട എന്ന് തീർത്തു പറയുകയും ചെയ്തു. അവരുടെ വാക്കുകളിലുണ്ട് അവരുടെ ആഠ്യത്വം. പ്രേമ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. പ്രേമയ്ക്കും അറിയാം ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ആ സ്ത്രീ കുടിക്കില്ലെന്ന്. ഞങ്ങൾ കല്യാണാലോചനയുമായി വന്നതാണ്. എൻ്റെ മകൻ്റെ കല്യാണമായതുകൊണ്ട് ഞാൻ തന്നെ വരണ്ടേ? വസുമതി നേരെ കാര്യത്തിലേക്ക് കടന്നു. അല്ലെങ്കിലും തൻ്റെ താഴെയുള്ളവരോട് ഒന്നും താഴ്മയോടെ സംസാരിക്കാനൊന്നും ആ സ്ത്രീക്ക് അറിയില്ല. കല്യാണാലോചനയോ? നന്ദൻ മോനോ? പ്രേമ അതിശയത്തോടെ വീണ്ടും ചോദിച്ചു. ഒപ്പം പ്രേമയ്ക്ക് നിറഞ്ഞ സന്തോഷവും തോന്നി. മറ്റൊന്നുമല്ല, പ്രേമ നനച്ചിരിക്കുന്നത് രേണുവിനെ കാണാനാണ് ഇവർ വന്നതെന്ന്. തൻ്റെ മകൾക്ക് കിട്ടാവുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ചെറിയ നിമിഷം കൊണ്ട് പ്രേമ ഒരുപാട് ആലോചനയിലേക്ക് പോയി. ഇടയ്ക്ക് രേണുവിനെ നോക്കാനും പ്രേമ മറന്നില്ല. അവിടെ നാണം കുണുങ്ങി നിൽപ്പാണ്. അതെ, നന്ദന് വേണ്ടി തന്നെയാണ് ആലോചനയുമായി വന്നത്. അവന് ഇവിടുത്തെ കുട്ടിയെ ഇഷ്ടമാണ്. അവൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാം കെട്ടാണെങ്കിലും അവനൊരു ബാധ്യതയുമില്ല. കുമാരൻ എന്തു പറയുന്നു? നിങ്ങളുടെ കുട്ടിയെ മംഗലശ്ശേരിയിലേക്ക് തരാൻ താല്പര്യമുണ്ടോ? ആജ്ഞ പോലെയാണ് വസുമതിയുടെ സംസാരം. ഇതേ സമയം മംഗലശ്ശേരിയിലെ അച്ഛന് വസുമതിയുടെ സംസാരമൊന്നും പിടിക്കുന്നില്ല. ഒരു കല്യാണാലോചനയുമായി കയറി വന്ന വീട്ടിൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അതിനൊക്കെ ഒരു താളമില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വെപ്പ്. തമ്പുരാട്ടി പെട്ടെന്നിങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴുള്ള തൻ്റെ അവസ്ഥ, കുമാരൻ തൻ്റെ ദയനീയാവസ്ഥ പറയുകയാണ്. കല്യാണത്തിൻ്റെ ചിലവുകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നേ അറിയുണ്ടു. അതെന്ത് വർത്തമാനമാ തമ്പുരാട്ടി പറയുന്നത്? ഇങ്ങനൊരു ആലോചന കുടുംബത്തേക്ക് കയറി വന്നത് തന്നെ ഐശ്വര്യമല്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ എതിർക്കുന്നത്? നമുക്കെല്ലാം പൂർണ്ണ സമ്മതം. കുമാരൻ എന്തെങ്കിലും പറഞ്ഞൊഴിയുന്നതിന് മുമ്പേ പ്രേമ ചാടിക്കയറി പറഞ്ഞു. എന്നാൽ കുട്ടിയോടും കൂടി ചോദിക്കേണ്ടതുണ്ട്. അവളുടെ ഇഷ്ടം കൂടി നോക്കേണ്ടേ? മംഗലശ്ശേരിയിലെ അച്ഛൻ വസുമതി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പറഞ്ഞു. എന്തെന്നാൽ നന്ദൻ പറഞ്ഞറിയാം ശ്രീലക്ഷ്മിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്ന്. അതെ, മോളോട് ചോദിച്ചിട്ട് പറയാം, നിർവികാരതയോടെ കുമാരൻ പറഞ്ഞു. കുമാരന് ലച്ചുവും നന്ദനും ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹം അറിയാവുന്നതാണ്. ലച്ചു കുമാരനോട് ഒന്നും മറച്ചു വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ലച്ചുവിൻ്റെ മനസ്സ് എന്താണെന്നും കുമാരനെ അറിയാം. അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അല്ല, നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത്? രണ്ടു കൂട്ടരുടെയും സംസാരത്തിലെ വശപ്പിശക് മനസ്സിലാക്കി പ്രേമ ഗൗരവത്തോടെ ചോദിച്ചു. ഇത്രയും നേരം ഇവിടെ സംസാരിച്ചതൊന്നും നിങ്ങൾ കേട്ടില്ലേ? പ്രേമയുടെ സംസാരം ഇഷ്ടപ്പെടാതെ വസുമതി തുറന്നടിച്ചു. അയ്യോ, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. മോൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്? പിന്നെന്തിനാ മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കുന്നത്? ഇപ്പോൾ തന്നെ മോളോട് ചോദിക്കാമല്ലോ. വസുമതിയുടെ സംസാരത്തിലെ നീരസം മനസ്സിലാക്കി അനുനയത്തിന് ശ്രമിച്ചു പ്രേമ. എവിടെ ശ്രീലക്ഷ്മി? ഇവിടെ ഉണ്ടോ? ചോദ്യത്തോടെ വസുമതി കുമാരനെ നോക്കി. അവളെയാണോ? അവളെ കാണാനാണോ നിങ്ങൾ വന്നത്? എൻ്റെ മോൾ രേണുവിനെയല്ലേ? ഉയർന്നു വരുന്ന കോപത്തോടെ പ്രേമ വസുമതിയെ നോക്കി. പ്രേമേ, മിണ്ടാതിരി. ലച്ചുവിന് വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് വന്നത്. കുമാരൻ പ്രേമയോടും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വസുമതിയെ നോക്കി. ഞാൻ എൻ്റെ കുട്ടിയോട് ചോദിച്ചു നോക്കാം. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അവളുടെ ഇഷ്ടമാണ് വലുത്. കുമാരൻ അവസാന വാക്കെന്നോണം അവരോട് പറഞ്ഞു. കുമാരൻ പറഞ്ഞു കഴിഞ്ഞതും വസുമതി ചാടി എഴുന്നേറ്റു. അവളോട് ചോദിക്കുകയോ പറയുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. പിന്നെ വേറൊരു കാര്യം മറക്കേണ്ട, ഇവിടുത്തെ ആധാരം മംഗലശ്ശേരി ഫിനാൻസിലാണ് ഉള്ളത് എന്ന്. അതിൻ്റെ കാലാവധി തെറ്റിയിട്ട് തന്നെ കുറച്ചു വർഷങ്ങളായി. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെ നോക്കിക്കൊണ്ട് വസുമതി പുറത്തേക്കിറങ്ങി. മംഗലശ്ശേരി അച്ഛൻ നിർവികാരതയോടെ കുമാരനെ നോക്കി ഒന്ന് നിശ്വസിച്ച് പുറത്തേക്കിറങ്ങി. കാർ ഡോർ തുറക്കുന്ന ശബ്ദവും അടയുന്ന ശബ്ദവും മുറ്റത്തുനിന്ന് കാർ കുതിച്ചു പോകുന്നതുമെല്ലാം അകത്തുനിന്ന് മൂവരും കേൾക്കുന്നുണ്ട്. വസുമതിയുടെ വാക്കുകൾ താക്കീതുണ്ടെന്ന് കുമാരന് മനസ്സിലായി. അഥവാ ലച്ചു സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഇനിയും തൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വയ്യ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും സാരമില്ല. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും ഇനി കൂട്ടുനിൽക്കാൻ വയ്യ. കുമാരൻ നിറഞ്ഞു വന്ന സംഘർഷത്തോടെ തലചായ്ച്ചു കിടന്നു. ഇതേ സമയം ലച്ചുവിന് വന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് അസൂയയും വിറളിയും പൂണ്ടു നിൽക്കുകയാണ് രേണുവും പ്രേമയും. അവർക്കറിയില്ല ലച്ചുവും നന്ദനും തമ്മിൽ പഴയ ഒരു ബന്ധമുണ്ടെന്ന്. ലച്ചു സമ്മതിക്കുമെന്ന് തന്നെയാണ് രണ്ടുപേരുടെയും വെപ്പ്. അല്ലെങ്കിലും ഇത്രയും വലിയൊരു ഭാഗ്യം വന്നാൽ ആരാ നിരസിക്കുക? അതുമാത്രമല്ല, ഇറങ്ങാൻ നിൽക്കുമ്പോൾ വസുമതി പറഞ്ഞ വാക്കുകൾ പ്രേമയുടെ മനസ്സിലേക്ക് വന്നു. വീടിൻ്റെ ആധാരം മംഗലശ്ശേരി ഫിനാൻസിലാണുള്ളത്. ലച്ചു സമ്മതിച്ചില്ലെങ്കിൽ അവർ എന്തായാലും നിയമ നടപടിക്ക് മുതിരുമെന്ന് ഉറപ്പായി. പ്രേമയ്ക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലേക്കെത്തി. എന്നാലും ലച്ചുവിന് നല്ലൊരു കാലം വരാതിരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. എവിടം വരെ ഈ ആലോചന എത്തുമെന്ന് നോക്കാം എന്നാണ് അവരുടെ ചിന്തയിൽ.
മഹിയോട് പറഞ്ഞാൽ അവൻ തന്നെ മുടക്കിക്കോളും. അതിനു മുമ്പ് ആധാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഇല്ലെങ്കിൽ ഈ വീടും സ്ഥലവും കൈവിട്ടു പോവും. കുബുദ്ധിയോടെ പ്രേമ രേണുവിനെ നോക്കുകയാണ്. രേണുവിന്റെ മുഖത്തും അതുതന്നെയാണ് ഭാവമെന്ന് പ്രേമയ്ക്കും മനസ്സിലായി. തന്റെ മകളെക്കാളും ഒരിക്കലും അവൾ ഉയർന്നു നിൽക്കരുത് എന്ന് രണ്ടുപേർക്കും പിടിവാശിയുണ്ട്.